കൊച്ചു ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലജിത. എൻ്റെ കൊച്ചു വിഭവവും വിശേഷങ്ങളും ഒക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം എന്നോടൊപ്പം നിങ്ങളും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ പപ്പടം, പഴം, പായസം ചേർത്തുള്ള സദ്യകളൊക്കെ കഴിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ എലത്തുമ്പിൽ ഒരു പ്രധാന വിഭവമാണ് മാങ്ങാച്ചാർ, അല്ലേ? ഈ മാങ്ങാച്ചാർ എന്ന് പറയുന്നത് ആ സദ്യയിൽ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക ഫീല് നമുക്ക് ഒരിക്കലും വീട്ടിൽ വന്നാലും ഉണ്ടാക്കി കിട്ടാറില്ല. നമുക്ക് എങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലും കിട്ടാറില്ല. പക്ഷെ അതിന് അതിൻ്റെതായ കുറച്ച് രഹസ്യ കൂട്ടുകളൊക്കെ ഉണ്ട്. ആ ഒരു രീതിക്ക് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ, അതിൻ്റെതായ രീതിക്കുള്ള അളവുകളൊക്കെ എടുത്ത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് സദ്യക്ക് കിട്ടുന്നേക്കാളും നല്ല അടിപൊളി മാങ്ങാച്ചാർ വീട്ടിലുണ്ടാക്കാം കേട്ടോ. നിങ്ങൾ ഇത് ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങളിത് ട്രൈ ചെയ്യുക. ചെത്തി കഴിയുമ്പോൾ തരാം കേട്ടോ. കറി വെക്കും തരാവേ. അമ്പലത്തിൽ പോണോ? പോണെങ്കിൽ പെട്ടെന്ന് പണിയൊക്കെ തീർക്കണം. എന്നാ വേഗം പണിയൊക്കെ തീർത്തോണം, എന്നപ്പം പോകാൻ വേണം. അപ്പം ഞാനിവിടെ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 3/4 കിലോ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി എടുക്കാം കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വേണം. സാധാരണ നമ്മൾ അച്ചാറിന് എടുക്കുന്ന പോലെ തന്നെ ആ ഒരു അളവിൽ തന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ എടുത്താൽ മതി. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇച്ചിരി കൂടുതലാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇഞ്ചിയുടെ ഒക്കെ ടേസ്റ്റ് മുമ്പോട്ട് തന്നെ നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി നമ്മൾ എടുക്കുകയാണ് കേട്ടോ. ഇനി തൊലിയൊക്കെ ചെത്തി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മാങ്ങായോടെ നഞ്ഞെടുക്കാം കേട്ടോ. മുഴുവൻ മാങ്ങയൊക്കെ ഇപ്പം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഒരു കാര്യം ചെയ്യേണ്ടത് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കടുകാണ് ഇടുന്നത്. ഇനി ഈ കടുക് ഒന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഇതിനകത്ത് ഏറ്റവും മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് കടുക് ചതച്ചെടുക്കുക. പച്ചക്കടുകാണ് കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിച്ചോളുക. ഇനി ബാക്കി നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കൂടെ ഇട്ടങ്ങ് ചതച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇഞ്ചിയുടെയൊക്കെ ഒരു ടേസ്റ്റ് മുമ്പോട്ട് തന്നെ നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത്. കുറച്ച് കൂടുതലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ചതച്ചെടുക്കണം. ഇനി പാകത്തിന് ഉപ്പൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കൂടെ കൂട്ടി അങ്ങോട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് അവിടെ കുറച്ച് നേരം ഒന്ന് ഇരിക്കട്ടെ കേട്ടോ. എന്നിട്ട് ഈ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടി ഒരു 2 പച്ചമുളകും കൂടെ അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ എരിവ് ഒരുപാടൊന്നും ഉള്ളതൊന്നുമല്ല. അതുകൂടെ അരിഞ്ഞെടുത്തതിന് ശേഷം ഒരു ചട്ടിയോ ചീൻചട്ടിയോ നിങ്ങൾക്ക് എന്താണോ പറ്റുന്നത് ആ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് നല്ലവണ്ണം തന്നെ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ആ പച്ചമുളക് അങ്ങിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ആ കൂട്ടത്തിൽ ഒരു 2-3 വറ്റൽമുളക് കൂടെ ഞാൻ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചെറുതായിട്ട് ഒന്ന് മൂപ്പായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി മാത്രമേ ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. വേറെ പൊടികളൊന്നുമില്ല. എന്നിട്ട് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി ആ മുളക് പൊടി നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമുക്ക് അച്ചാറിന് എന്തോരം വെള്ളമാണോ വേണ്ടത് അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഇപ്പോൾ ഞാൻ ഒരു ചെറിയ കഷ്ണം കട്ടക്കായമാണ് ഇട്ടത് കേട്ടോ. കായം ഇട്ട് കൊടുത്ത് പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ 2 സ്പൂൺ തികച്ചില്ല, ഒരു 1.5 സ്പൂണോളം പഞ്ചസാരയാണ് കേട്ടോ. അതുകൂടെ ഇട്ട് കഴിഞ്ഞിട്ട് നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉപ്പൊക്കെ തിരുമ്മി ആ ഇഞ്ചിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് തിരുമ്മി വെച്ചിരിക്കുന്ന ആ മാങ്ങാട അങ്ങിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഞാൻ ഇപ്പോൾ ഇവിടെ വിനാഗിരി ചേർത്തിട്ടില്ല കേട്ടോ. ഈ അച്ചാറിന് നമ്മൾ ഇതിന് വിനാഗിരി ചേർക്കുന്നില്ല. അതാണ് ഇതിൻ്റെ ശരിക്കും പറഞ്ഞ ടേസ്റ്റ് കേട്ടോ. ഇനി ഇത് നമ്മൾ അടുപ്പിൽ വെച്ച് ഒട്ടും വേവിക്കുന്നൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വാങ്ങുകയാണ്. ആ ഒരു പച്ചപ്പോട് കൂടി തന്നെ, മാങ്ങാട് ഒരു പച്ചപ്പോട് കൂടി തന്നെയാണ് നമ്മൾ ഈ അച്ചാർ എടുക്കുന്നത് കേട്ടോ.
അങ്ങനെ നമ്മുടെ സദ്യ സ്പെഷ്യൽ മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കേട്ടോ. ഇത് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളും അളവുകളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി.